യെസ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് SIRന്റെ റിമൂവൽ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവ്യക്തതയും ദുരൂഹതയും നിലനിൽക്കുന്നതെന്നായിരുന്നു. ഈ SIRന് മുമ്പ് കാര്യമായി പരാതിക്കിടയായത് വാർഡ് പുനർവിഭജനമായിരുന്നു. ആ വാർഡ് പുനർവിഭജനം ആരൊക്കെ തുണച്ചു, ആർക്കൊക്കെ അടിയായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അത് പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അത് BJPയെ തുണച്ചെന്ന ആരോപണം ബലപ്പെടുത്തിയിരിക്കുകയാണ് ഈ വോട്ട് കണക്കുകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 648 വോട്ട് മാത്രം കൂടുതൽ നേടിയ BJP 6 സീറ്റ് അധികം നേടിയത് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയാണ്. UDF അനുകൂല സീറ്റുകൾ വിഭജിച്ച് CPM BJPക്ക് വഴിയൊരുക്കിയെന്നാണ് KPCC ജനറൽ സെക്രട്ടറി K. ജയന്തിന്റെ ആരോപണം. കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന ചാലപ്പുറം വാർഡിലെ 3000-ഓളം UDF അനുകൂല വോട്ടുകൾ മുഖദാറിലേക്ക് മാറ്റി ചാലപ്പുറത്തെ BJP അനുകൂല വാർഡാക്കി മാറ്റിയെന്ന് മീഡിയ 1 തെരഞ്ഞെടുപ്പിന് മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ 734 വോട്ട് കിട്ടിയ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. സമാനമാണ് മാവൂർ റോഡിന്റെ അവസ്ഥ. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ വലിയങ്ങാടി വിഭജിച്ചാണ് മാവൂർ റോഡ് വാർഡാക്കിയത്. വലിയങ്ങാടിയിലെ UDF അനുകൂല വോട്ടുകൾ മറ്റൊരു UDF വാർഡായ കുറ്റിച്ചിറയിലേക്ക് മാറ്റി. ഫലം മാവൂർ റോഡിൽ 733 വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥി ജയിച്ചു. പന്നിയങ്കര വാർഡിലെ UDF അനുകൂല ഭാഗങ്ങൾ കല്ലായിലേക്ക് മാറ്റിയതും BJPക്ക് തുണയായി. BJPയുടെ സെറ്റിംഗ് വാർഡായ കാരപ്പറമ്പിലെ UDF അനുകൂല വോട്ട് ചക്രത്തോളത്തേക്ക് മാറ്റി BJP സഹായിച്ചുവെന്നും ആരോപണമുണ്ട്. ഷേപ്പ് ചെയ്ത് ചെറിയ ചെറിയ കുട്ടി വാർഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ മനുഷ്യർ ഇതൊന്നും പൂർണ്ണമായി പഠിക്കാനൊന്നും ശ്രമിക്കില്ലല്ലോ. വളരെ കൃത്യമായി BJP ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ചെയ്തു കൊടുത്താ BJP ജയിക്കണം എന്നുള്ള. BJP പുതുതായി 6 വാർഡുകൾ വിജയിച്ചപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ആകെ വർദ്ധിച്ചത് 648 വോട്ട് മാത്രമാണ്. കോൺഗ്രസിന് 18,000-ലധികം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ CPMന് 17,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു. 2% വോട്ടർമാർ CPMന് കൈയൊഴിഞ്ഞു. അവർ പൂർണ്ണമായി എത്തിയത് UDFിലേക്കാണ്. വർദ്ധിച്ച വോട്ടിൽ പോലും 5-1 വോട്ട് പോലും BJPക്ക് അനുകൂലമായി കിട്ടിയില്ല. പക്ഷെ അവർക്ക് 6 സീറ്റ്, നേരെ ഇരട്ടി സീറ്റാണ്. BJP ജയിച്ച വാർഡുകളിൽ നല്ലൊരു ഭാഗം 4,000 വോട്ടിന് താഴെയുള്ളവയാണ്. എന്നാൽ UDF വാർഡുകളിൽ 12,000 വരെ വോട്ടുള്ളവയുണ്ട്. വാർഡ് വിഭജനം ഉദ്യോഗസ്ഥ നടപടിയാണെന്നും രാഷ്ട്രീയ ഇടപെടലില്ലെന്നുമാണ് CPM നേതൃത്വം വിശദീകരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ BJP സീറ്റ് വർധനയിൽ വാർഡ് വിഭജനം നിർണായക പങ്ക് വഹിച്ചു എന്ന് തെളിയിക്കുന്നതാണ് കണക്കുകൾ. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. യെസ്, മുഹമ്മദ് അസ്ലം തന്നെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. അസ്ലം, ഗുഡ് മോർണിംഗ്. ഈ വാർഡ് പുനർവിഭജനത്തിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കാര്യമായ പരാതികൾ കോഴിക്കോട്ട് ഉയർന്നതാണ്. അസ്ലം തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ചാലപ്പുറം മുഖദാർ വാർഡുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇതെങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്ക് തുണയാകും, അത് ആർക്ക് തിരിച്ചടിയാകും, ഈ വാർഡ് പുനർവിഭജനത്തിന്റെ ഇമ്പാക്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കുമെന്ന് അന്ന് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയതാണ്. ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ആർക്കൊക്കെ ഇത് തിരിച്ചടിയായിട്ടുണ്ട്? കോഴിക്കോട് കോർപ്പറേഷന്റെ ഫലം വരുമ്പോൾ BJP സീറ്റുകൾ 7-ൽ നിന്നും 13 വർദ്ധിച്ചത് വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. BJPക്ക് വലിയ മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അതേസമയം വോട്ട് കണക്കുകളിലേക്ക് നോക്കുമ്പോൾ വലിയൊരു അത്രമൊരു വോട്ടിന്റെ വർധന അവിടെ ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് 2020 തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആകെ വർദ്ധിച്ചത് 648 വോട്ട് മാത്രമാണ്. UDFന് 18,000 വോട്ട് വർദ്ധിച്ചെടുത്താണ് ഇവർക്ക് 648 വോട്ട് മാത്രം വർദ്ധിച്ചത്. അതേസമയം 6 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച് തുടങ്ങി, അല്ലെങ്കിൽ ചാലപ്പുറത്തിന്റെ കഥ പോലെ തന്നെ മാവൂർ റോഡും അതോടൊപ്പം തന്നെ പന്നിയങ്കരയൊക്കെ വിഭജിച്ച് ആ വാർഡ് വിഭജനത്തിന്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ട് ചെറിയ വാർഡുകളിൽ BJP അനുകൂല വോട്ടുകൾക്കായി കേന്ദ്രീകരിക്കപ്പെട്ട വാർഡുകളിൽ BJP ജയിച്ചു കയറി എന്നുള്ള കാര്യം ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ചാലപ്പുറം നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് വലിയങ്ങാടി നിലവിലെ SK അബൂബക്കറിന്റെ വാർഡായിരുന്നു. SK അബൂബക്കറിന്റെ വാർഡ് അതിൽ UDF അനുകൂല ഭാഗങ്ങൾ കംപ്ലീറ്റ് കുറ്റിച്ചിറയിലേക്ക് മാറ്റുന്നു. കുറ്റിച്ചിറ എന്തായാലും നിലവിൽ UDF ജയിക്കുന്ന സീറ്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് UDFന് പ്രത്യേകിച്ച് ആനുകൂല്യം അവിടെ ഇല്ല, ഭൂരിപക്ഷം കൂടിയത് മാത്രം. അതേസമയം അത് ആ ഭാഗം മാറിയിട്ട് മാവൂറുടേക്ക് ആയപ്പോൾ ചെറിയ വോട്ടിന് 700 വോട്ടുകൾ മാത്രം നേടി BJP സ്ഥാനാർത്ഥിക്ക് ജയമൊരുങ്ങുന്നു. പന്നിയങ്കര മുസ്ലിം ലീഗ് സ്ഥിരമായി വിജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ UDF അനുകൂല വോട്ടുകൾ മറ്റൊരു കല്ലായി എന്ന് പറയുന്ന UDF ആണ്. അതും UDFിന്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെ ഭൂരിപക്ഷം വർദ്ധിച്ചു എന്നല്ലാതെ UDFിന് അത് ഗുണമുണ്ടായിട്ടില്ല. അതേസമയം ആ പന്നിയങ്കര വാർഡിൽ BJP വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരപ്പറമ്പിൽ നവ്യ ഹരിദാസ് വലിയൊരു വെല്ലുവിളി നേരിട്ട ഒരു സമയമാണ്. അതേസമയം അവിടുത്തെയും UDF വോട്ടുകൾ കുറച്ച് വോട്ടുകൾ
ഒരു ഭാഗം വോട്ടുകൾ ചക്രവോളത്തോളം എന്ന് പറഞ്ഞ മറ്റൊരു BJP വാർഡിലേക്ക് മാറ്റിയത് കാരണം വലിയ പരിക്കില്ലാതെ രമ്യയ്ക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. ഈ അർത്ഥം പുതിയറയിലും UDF അനുകൂല വോട്ടുകൾ അടുത്തൊരു വാർഡിലേക്ക് മാറ്റി അവിടെയും BJPയുടെ, അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം LDFന് വലിയൊരു പിന്നെ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്ന ഒരു സൂചന അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM വിജയിക്കാത്ത LDF വിജയിക്കാൻ കഴിയാത്ത വാർഡുകളിൽ അല്ലെങ്കിൽ UDF വിജയിക്കുന്നതിന് സാധ്യതയുള്ള വാർഡുകളിൽ അത് കൃത്യമായി തന്നെ വാർഡ് വിഭജനത്തിലൂടെ UDF വിജയിക്കാതിരിക്കുക എന്നൊരു തന്ത്രം സ്വീകരിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആ അർത്ഥത്തിൽ BJP അങ്ങനെയാണ് സീറ്റുകൾ വർദ്ധിക്കുന്നത്. അതായത് LDFന് എന്തായാലും ആ സീറ്റ് കിട്ടത്തില്ല, എന്നാൽ പിന്നെ അത് BJP കിട്ടിയാലും കുഴപ്പമില്ല, UDFന്റെ നമ്പേഴ്സ് കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വാർഡ് വിഭജനം നടത്തിയതൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ അത് അവർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചതെങ്കിൽ പോലും വോട്ട് കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ ആരോപണം ബലപ്പെടുത്തുന്നതാണ് ചെയ്തിരുന്നത്. അതേസമയം കോർപ്പറേഷൻ നേതൃത്വവും അതോടൊപ്പം തന്നെ CPM നേതൃത്വവും പറയുന്ന കാര്യം വാർഡ് വിഭജനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഉദ്യോഗസ്ഥ തലത്തിലുള്ള അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ സ്വതന്ത്രമായി ചെയ്യുന്നൊരു നടപടിയാണ്, ഞങ്ങൾ ഇടപെട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം നമുക്കറിയാം വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായി ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ CPMന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ വേണ്ടി ആ അർത്ഥത്തിൽ അത് UDFന് ഗുണകരമാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരുപക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചയാവാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ വാർഡുകളുടെ എണ്ണത്തിലെ വോട്ടർമാരുടെ എണ്ണത്തിലെ വ്യത്യാസമാണ്. കാരണം 4000, 3000, 5000 താഴെയുള്ള വാർഡുകൾ കുറേ വാർഡുകൾ, അതേസമയം തന്നെ 9000, 12000, 11000 ഒക്കെ ഉള്ള മറ്റു വാർഡുകൾ ആ അർത്ഥത്തിലേക്ക് മാറുമ്പോൾ തന്നെ, അതായത് ഒരുപക്ഷെ UDFന് കുട്ടിച്ചിറ, മുഖ്താർ ഉൾപ്പെടെ വാർഡുകൾ പല വാർഡുകളായി വിഭജിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ UDFന്റെ സീറ്റുകൾ എണ്ണം അങ്ങനെയും കൂടുമായിരുന്നു. ആ അർത്ഥത്തിൽ വാർഡ് വിഭജനത്തിൽ വലിയ വാർഡുകളാക്കി UDFന്റെ വാർഡുകൾ മാറ്റുന്നു, ചെറിയ വാർഡുകളാക്കി BJP വാർഡുകൾ മാറ്റുന്നു, CPM വാർഡുകൾ മാറ്റുന്നു. അങ്ങനെ വാർഡ് വിഭജനം ഒരു കൃത്യമായ ഒരു ക്ലിനിക്കൽ പ്രിസിഷനോട് കൂടി തന്നെ CPM ചെയ്തതുകൊണ്ടാണ് ഒരുപക്ഷെ വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത് എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത് കൂടുതൽ ഇനി ചർച്ചയാവും. പ്രത്യേകിച്ച് CPM ഇക്കാര്യത്തിൽ സാങ്കേതികമായ ഉദ്യോഗസ്ഥ നടപടിയാണെന്ന് മാത്രം പറഞ്ഞ് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നും അറിയില്ല. CPM രാഷ്ട്രീയമായി ഒരുപക്ഷെ ഇതിനെ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വരും. കോൺഗ്രസ് ഇതൊരു കൃത്യമായ ഒരു ആയുധമായി തന്നെ ഉന്നയിക്കാൻ കോൺഗ്രസ് UDFും മുസ്ലിം ലീഗൊക്കെ തന്നെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ BJP സീറ്റുകൾ വർദ്ധിക്കുന്നു. മറ്റു പക്ഷേ കേരളത്തിലുടനീളം വലിയ വർധനവ് BJPക്ക് ഉണ്ടായിട്ടില്ല. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ, അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ പല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും അവർ വർദ്ധിക്കുന്നത് ഒരു പ്രത്യേക പ്രതിഭാസം മാത്രമല്ല, അതിന് പിന്നിൽ ചില വാർഡ് വിഭജനത്തിന്റെ കളികൾ കൂടി നടന്നിട്ടുണ്ടോ, UDFന്റെ സീറ്റുകൾ കുറയ്ക്കാനുള്ള ചില ശ്രമം കൂടി നടന്നിട്ടുണ്ടോ, തന്ത്രപരമായ നീക്കം കൂടി നടന്നിട്ടുണ്ടോ എന്ന ചർച്ചകൾ കൂടി ഇനി സജീവമുള്ള കാരണം. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഒരു മികച്ച ഉദാഹരണമാണ്. പ്രത്യേകിച്ച് ചാലപ്പുറം, അതോടൊപ്പം തന്നെ മാവൂർ റോഡ്, പന്നിയങ്കര വാർഡുകൾ, അതോടൊപ്പം തന്നെ പുതിയറ, കാരപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വാർഡ് വിഭജനവും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ്. യെസ്, അപ്പോൾ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ കൂടിയാണ് തെരഞ്ഞെടുപ്പാനന്തരം വരുന്നത് എന്നുള്ളതാണ്. കാരണം പലതരത്തിൽ നമുക്കറിയാം സൈഫു, ആദ്യം തന്നെ ഈ വാർഡ് വിഭജനം വന്ന സമയത്ത് വലിയ പരാതി, അതായത് വളരെ അശാസ്ത്രീയമായിരുന്നു. ഒരു സ്ഥലത്ത് 3000 വോട്ടർമാരാണ്, എന്നാൽ മുഖതാർ പോലെയൊക്കെയുള്ള സ്ഥലത്ത് 12000 വോട്ടർമാർ. അങ്ങനെ ഒരു തരത്തിൽ ബാലൻസ് ചെയ്യാത്ത രീതിയിലുള്ള അസന്തുലിതമായ ഒരു വാർഡ് വിഭജനം. പഴയ ചാലപ്പുറം വാർഡുകാരി പിന്നീട് പാളയത്തേക്ക് മാറിയ വോട്ടർക്ക് എന്താണ് പറയാനുള്ളത്?